സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവർ രോഗികളായിട്ടുള്ളവരുടെ മേൽ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം വയ്ക്കണമേ. ഓരോ രോഗികളുടെ മേലും അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം സ്പർശിക്കണമേ. തൊണ്ടയിലെ രോഗികള്, ടോൺസിലൈറ്റിസ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ഉദര രോഗികള്, അൾസർ രോഗികള്, രോഗമുള്ളവര്, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവര് കർത്താവിന്റെ രക്തത്താൽ നനക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, വേദികളെ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയെങ്കിലും ആ അവർ വിചാരിക്കുന്ന വിഷയത്തിൻ്റെ മേല് ദൈവിക തീരുമാനം എത്തിപ്പെടാത്തവർ ഒക്കെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. എൻ്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, മഹത്വം, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ അമ്മയുടെ പ്രത്യക്ഷഗണത്തിന് സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഓരോരുത്തരും ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഉടമ്പടി ജീവിക്കുന്നവരുടെ ഓരോ കാര്യങ്ങളും, ഉടമ്പടി പുതുക്കിയിട്ടില്ലെങ്കിലും ഉടമ്പടി തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ളവരുടെ കാര്യങ്ങൾ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ സ്പർശിക്കുന്ന കർത്താവേ, മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, കടകമ്പോൾ നടത്തി പരാജയപ്പെട്ടവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, ഒരു തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, വിസ പുതുക്കാൻ വേണ്ടി വേദനിക്കുന്നവർ, ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കരഞ്ഞു പരിശ്രമിക്കുന്നവർ, വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ വീട് വാങ്ങി വയ്ക്കാനോ വീട് ലഭിക്കാനോ വേണ്ടി പരിശ്രമിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിൻ്റെ കരുണ കർത്താവേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ്, അങ്ങയുടെ മക്കളുടെ മേൽ കർത്താവ് ഈ കൃപാസനം നടന്നിട്ടുള്ള മുഴുവൻ ആരാധനയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ആരാധനയോടെ നാമത്തെ
ഹല്ലേലൂയ മഹത്വം റോമ 12:14 അതും പൗലോസപ്പോസ്തലൻ എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം. പീഡിപ്പിക്കുന്നവരെ അതും പൗലോസ് തന്നെ പറയണതാണ്. 2 കോണ്ടസ്റ്റാണെന്നേ ഉള്ളൂ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു സംഭവം വന്നപ്പോൾ അവർ പറയും കർത്താവ് വരെ ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ എല്ലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്മുടെ സ്വകാര്യ തീരുമാനമെടുക്കും. അതാണ് വിഷയം. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഇതുപോലും ഇങ്ങനെ നമ്മൾ സ്വകാര്യമായി വരുന്ന വിഷയങ്ങൾക്ക് പോലും ദൈവതീരുമാനം പറയുന്നതിന് ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു അയാളോട് ക്ഷമിക്കാൻ വേണ്ടി. ആ വചനം ഏതാണെന്നറിയാവോ? മത്തായി 11:12. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ഏറ്റവും അശക്തമാകുന്നവനാണ് ദൈവരാജ്യത്തിലെ ബലമുള്ള ആള്. നമ്മുടെ പണവും പോയി നമ്മളെ ചതിക്കുകയും ചെയ്ത് അവനോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളാരായി? വട്ടപൂജ്യമായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അശക്തനായാണ് ബൈബിളിൽ എന്താണ് ഏറ്റവും ബലവാനായത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? ദൈവരാജ്യമാണ് സബ്ജക്റ്റ് അല്ലേ? ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? ഈ പുതുമനയുടെ ലൈഫിലേക്ക് ദൈവരാജ്യം എന്ന വരവ് കണ്ടില്ലേ? എന്താണ്? ഒരു മനുഷ്യൻ സാമ്പത്തികമായി തട്ടിച്ചു, അവനെപ്പോഴും ഗോഗോ വിളിച്ച് നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഇവനോട് നീ ക്ഷമിക്കണം, നിൻ്റെ കാശും പോവും, പിന്നെ നീ കൊച്ചാകുകയും ചെയ്യും, നീ ബലഹീനനാകും. എന്തിനാണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എല്ലാ തരത്തിലും ഒരു നഷ്ടം വന്നിട്ട് എന്താണ് ഇത് എന്തിനെ പ്രതിയാണ്? അതാണ് പ്രശ്നം. നമ്മളിങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനെ പ്രതിയാണ്? 2 കൊരിന്തോസ് 12:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇപ്പം നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? അവൻ നമുക്ക് കാശ് തന്നതോ അവൻ വന്ന് നമുക്ക് ക്ഷമ നമ്മളോട് പറഞ്ഞു, ചേട്ടാ തെറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞതല്ല പ്രശ്നം. അതൊന്നുമല്ല. നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം?
ഞാൻ ഇത് ഒന്ന് വചനം വായിച്ച് 2 കൊരിന്തോസ് 12:10. ആ, അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞെരുക്കവും പീഡയും അത്യാഹിതവും ഒക്കെ ഉണ്ടാകുമ്പോഴും സന്തുഷ്ടി പോകത്തിൻ്റെ കാരണം എന്താണ്? ക്രിസ്തു ഇതെല്ലാം നമുക്കിത് നേരത്തെ ഏറ്റെടുത്തിട്ട് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ പേരിൽ ഞാനിത് ഏറ്റെടുക്കുക കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ മനുഷ്യൻ കറക്റ്റ് പതുക്കെ വന്ന് ദൈവരാജ്യത്തിൽ ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിത സംഘർഷങ്ങളിലൂടെ സുവിശേഷവിഹിതമായ സാക്ഷ്യജീവിതം നയിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ സന്തുഷ്ടി എന്താണ്? വസ്തുവിലല്ല, വിഷയങ്ങളിലല്ല, കിട്ടിയ നേട്ടങ്ങളിലല്ല, വന്ന കോട്ടങ്ങളിലുമല്ല. പിന്നെ എന്താണ് സംഭവം? ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. കാരണം ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയണത്. ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിയുടെ അവൻ പറയണത് പോലെ നമ്മൾ ജീവിക്കുകയല്ലേ ഉടമ്പടിയുടെ ഉദ്ദേശം. അവൻ പറയണ പോലെ, ക്രിസ്തു പറയണ പോലെ നമ്മൾ ജീവിച്ച് വരുമ്പോൾ ഒത്തിരിയേറെ പ്രാവശ്യം ക്രിസ്തു മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക ലക്ഷ്യം. ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തൽ വഴിയാണ് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:16 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. എന്താണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്? ഗ്രേസ് നമുക്ക് സാധ്യമാണ്. നമ്മുടെ സക്രമൻ്റൽ ലൈഫിൽ ഗ്രേസ് ഉണ്ട്. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശ സ്ഥാപിച്ച് കാണപ്പെടുന്ന അടയാളങ്ങൾ കൂദാശകളാണ്. നമുക്ക് കുറേ കൂദാശകളുണ്ട്. ജ്ഞാനസ്ഥാനമുണ്ട്, സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, പിന്നെന്താണ് തിരുപ്പട്ടമുണ്ട്, വിശുദ്ധ വിവാഹമുണ്ട്, രോഗീലേപനമുണ്ട്. ഇതെല്ലാം കൂദാശകളാണ്. അതാത് കാലത്തിൻ്റെ അവസ്ഥകൾക്കും പ്രായത്തിൻ്റെ അവസ്ഥകൾക്കും ദൗത്യത്തിൻ്റെ അവസ്ഥകൾക്കും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കും അനപേക്ഷിതമായി ദൈവത്തിൻ്റെ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയിലുള്ള പാരമ്പര്യമായ അപ്പോസ്തലികമായ സുവിശേഷ പരിചരണമാണ് കൂദാശകളിലൂടെ സാക്രമെൻ്റൽ ഫോർമേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ സാക്രമെൻ്റൽ ഫോർമേഷൻ ജീവിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് അതാത് ദിവസങ്ങൾ അന്നന്ന് വേണ്ട ആഹാരം പോലെ പുതിയ ഒരു വ്യക്തി ജീവിച്ചു വരുമ്പോൾ പുതിയ വിഷയങ്ങൾ രൂപപ്പെട്ട് വരും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഞെരുക്കങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ഒരു നല്ല ഒരു കാലാവസ്ഥയിൽ കൃപ രൂപപ്പെട്ട് വരാൻ പാടാണ്. ഞെരുക്കങ്ങളിലൂടെയാണ് അവൻ കടന്നു പോയത്, നമ്മളും കടന്നു പോണതും ഞെരുക്കങ്ങളിലൂടെയാണ്. ഇതിന് ജീവിത ആത്മീയ പെസഹ എന്ന് പറയും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. കണ്ടില്ലേ? മുമ്പ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നിൽ സന്തുഷ്ടി കണ്ടെത്തണം. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ എന്നിൽ
സമാധാനം കണ്ടെത്തണം. എല്ലാത്തിനും ഒരു ആളാ ഉള്ളത്. കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഞെരുക്കങ്ങൾ ഉണ്ടാകണ എന്തിനാണ്? നമുക്ക് കീഴടക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ല? അത് പുറത്തേക്കണം. ഞെരുക്കങ്ങൾ ഉണ്ടാകാൻ അനുഭവിക്കാൻ വേണ്ടിയല്ല. ഒരു ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നത് കീഴടക്കിയാണ് കൃപയ്ക്കുമേൽ കൃപ നമ്മൾ ആർജിച്ച് ബലവാന്മാരാകണത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ബലം പ്രയോഗിക്കുന്നവനെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ സംഭവം. ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തിരുന്ന വ്യക്തിയാണ്. അത് OET എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു എടുത്തിരുന്നത്. അത് കഴിഞ്ഞ ശേഷം അത് ക്ലിയർ ആയ ശേഷം ഞാൻ UK പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം മോളെ പ്രഗ്നൻ്റായി 3 മാസമായപ്പോഴത്തേക്കും സ്കാൻ ചെയ്തു. സ്കാനിങ്ങിലെല്ലാം നോർമലായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൽ സ്ക്രീനിങ് ടെസ്റ്റിൽ മോൾക്ക് ഇൻക്രീസ് റിസ്ക് ഓഫ് ഹാവിങ് എ ബേബി വിത്ത് ഡൗൺ സിൻഡ്രോം എന്നാണ് അവർ റിസൾട്ട് വന്നത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് ഫർദർ ടെസ്റ്റുകളും കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ ടെസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്തത്. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ റിസ്ക് ഉണ്ട് അബോർഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു വേറെ ടെസ്റ്റൊന്നുമില്ല, കുഞ്ഞിനെ ഏതവസ്ഥയിലാണെങ്കിലും സ്വീകരിക്കുമെന്നും. ഓൺലൈൻ ഉടമ്പടി ഞാൻ വീണ്ടും എടുത്തു. ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ യാതൊരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞിനെ 2022 ഓഗസ്റ്റ് 24 ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതെ, ആദ്യം ഉടമ്പടി നേരിട്ട് എടുത്തിരുന്നു 2019. അത് കഴിഞ്ഞ ശേഷം ഇതറിഞ്ഞതിന് ശേഷം വീണ്ടും ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞ വർഷം എടുത്തു, 2022 ഏപ്രിൽ മാസം. ആദ്യമായി ഞാൻ ഈശോയോടും മാതാവിനോടും ക്ഷമ പറയുകയാണ് സാക്ഷ്യം പറയാൻ താമസിച്ചത്. 2018 ഒക്ടോബർ 26 ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ സമർപ്പിച്ചു. അതിൽ 2 എനിക്ക് സാധിച്ചു കിട്ടി. എൻ്റെ 1ാമത്തെ നിയോഗം ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചത് മുതൽ അലർജിയുടെ രോഗങ്ങളാണ്. മൂത്ത കുട്ടിക്ക് ശ്വാസം മുട്ട് മൂലം ഒരുപാട് ആശുപത്രികളിലും രോഗത്താലും ഞാൻ വളരെയേറെ കടബാധ്യത എനിക്ക് വന്നു. 2ാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴും അവന് 8ാം മാസമായപ്പോൾ ആദ്യം ഫേഷ്യൽ പാലസി എന്നും പറഞ്ഞു വന്നു. പിന്നെ ഫിക്സ് വരാൻ തുടങ്ങി. പിന്നീട് അവനും അലർജി സംബന്ധമായ രോഗങ്ങളായി. എൻ്റെ ഭർത്താവ് വിദേശത്തായിരുന്നു എങ്കിലും ഒരു കമ്പനി വർക്കൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് സ്ഥിരമായ ശമ്പളമൊന്നും അയച്ചു തരാൻ പറ്റത്തില്ല. ഞാൻ പലരിൽ നിന്നും കടങ്ങൾ വാങ്ങിച്ചും കയ്യിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിറ്റും ജീവിത പങ്കാളി അയച്ചിരുന്ന പണം ഉപയോഗിച്ചും ഹോസ്പിറ്റലുകളിൽ ഒരുപാട് കയറി ഇറങ്ങി. അങ്ങനെ കടബാധ്യത വന്നു. അവസാനം വിദേശത്തുനിന്ന് എൻ്റെ ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി തിരിച്ച് നാട്ടിൽ വന്നു. പലയിടത്തും ജോലിക്കായിട്ട് കയറി ഇറങ്ങിയെങ്കിലും സ്ഥിരമായ ഒരു ജോലി ലഭിച്ചില്ല. അങ്ങനെ 2 വർഷത്തോളം ഞങ്ങളൊരു വരുമാനമില്ലാതെ വീണ്ടും കടങ്ങൾ കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ വീടും സ്ഥലവും വിൽക്കാമെന്ന് തീരുമാനിച്ചു. പലരെയും സമീപിച്ചെങ്കിലും പറയുന്നതിൻ്റെ വിലയുടെ പകുതി മാത്രമേ അവർ തരാൻ സന്നദ്ധരായുള്ളൂ. അവസാനം ഞങ്ങൾ ബ്രോക്കർമാരെ സമീപിച്ച് അവരും അതിൻ്റെ 4/1 തരാനേ തയ്യാറുള്ളൂ. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു സഹോദരിയെടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ അത് എടുക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഞങ്ങൾ ചോദിച്ച വില തന്നില്ല. എന്നാലും തെറ്റില്ലാതെ അവർ തന്നു. കുറച്ച് കടങ്ങൾ വീടാൻ വിട്ടി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ 2 കുഞ്ഞുങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഞാൻ ഇനി എവിടെ താമസിക്കുമെന്നായി. വാടക വീട്ടിൽ 11 മാസം കയറി ഇറങ്ങുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കേൾക്കാറുണ്ടായിരുന്നു. അപ്പം നിലവിൽ ഞങ്ങളുടെ തീരപ്രദേശമാണ്. കടൽപ്പുറത്ത്
ഹസ്ബൻഡിൻ്റെ കയ്യിൽ 4 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. ഞാനിവിടെ ഓടി വന്ന് മാതാവിനോട് കരഞ്ഞു, മാതാവി ഒരു ചെറിയ വീട് എനിക്ക് അവിടെ വയ്ക്കുവാനുള്ള കൃപ തരണമേന്ന്. അങ്ങനെ കരഞ്ഞു വിളിച്ചു. ഒരു പൂശിയിലെല്ലാം കുഴപ്പമില്ല, കട്ട വെച്ച് കെട്ടിയ ഒരു വീട് മതിയെന്ന്. പക്ഷേ 2-3 സഹോദരങ്ങളും പലവരും സഹായിച്ച് തെറ്റില്ലാത്ത ഒരു ഭവനം ഒരുക്കി. ഈ ഭവനം വിറ്റ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ പുതിയതായി വെച്ച ഭവനത്തിലോട്ട് 2 മാസം കൊണ്ട് പൂർത്തീകരിച്ച് കയറുവാനുള്ളൊരനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് നൽകി. രണ്ടാമതായി എൻ്റെ മൂത്ത മോൻ +2 കഴിഞ്ഞു. അവന് BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ മോനുമായി ലോണിന് വേണ്ടി ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, BSc നഴ്സിംഗ് ലോണൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല, എഡ്യൂക്കേഷൻ ലോൺ വേറെ വല്ലതിനുമാണെങ്കിൽ തരാം, കാരണം ലോൺ എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ കുട്ടികളൊന്നും ബാങ്കിൽ അടയ്ക്കാറില്ല, അതുകൊണ്ട് ലോൺ തരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടും എനിക്ക് ലോൺ ലഭിച്ചില്ല. പിന്നെ ഞാൻ ജീവിത പങ്കാളിയോട് കാശ് രൂപം പോക്കറ്റിലിട്ടിട്ട് മോനുമായിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ ചെന്നപ്പോൾ അവരങ്ങനെ തരുത്തില്ല എന്നൊരു വാക്കുപോലും പറഞ്ഞില്ല. വേണ്ടുന്ന രേഖകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ രേഖകൾ ഹാജരാക്കി ആ ലോൺ ഞങ്ങൾക്ക് സാങ്ഷനായി. മോൻ പഠിക്കുന്നു, 4ാം വർഷം തീരാറായി, പഠിത്തം നല്ല രീതിയിൽ നടന്നു പോകുന്നു. മൂന്നാമതായി എൻ്റെ സഹോദരൻ്റെ മോനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. മോൻ്റെ പേര് പ്രിജിൻ എന്നാണ്. മോൻ ബൈക്കിൽ വരുമ്പോഴായിരുന്നു ആക്സിഡൻറ്റ്. വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. മോനെ കൊല്ലത്ത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ 24 മണിക്കൂറായിരുന്നു പറഞ്ഞിരുന്നത്, എന്നാലേ കുട്ടിയുടെ കാര്യങ്ങൾ പിറ്റെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തലയിൽ ബ്ലഡെല്ലാം ക്ലോട്ടായിപ്പോയി. വലത് കാലിൻ്റെ കാൽപാദത്തിൻ്റെ പുറഭാഗം ഞരമ്പുകളെല്ലാം ചതഞ്ഞുപോയി. വലത് സൈഡ് കണ്ണിൻ്റെ ഭാഗം, ചെവി, അങ്ങനെ മൊത്തത്തിൽ ഡാമേജായിപ്പോയി. ഉടനെ അവർ കാൽപാദത്തൊരു സർജറി പെട്ടെന്ന് ഞരമ്പുകളെല്ലാം കൂട്ടിപ്പിടിച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റുള്ള സർജറികൾ ഓരോന്നായിട്ട് പിന്നീട് ചെയ്യാം. ചെവിയിലെ ഞരമ്പുകളെല്ലാം ജാമായി പോയി, അത് പിന്നീട് സർജറി ചെയ്യണം. കണ്ണിൻ്റെ താഴ്വശത്ത് ഒരു സർജറി വേണം. പിന്നെ കാലിൻ്റെ പാദത്ത് പ്ലാസ്റ്റിക് സർജറി വേണം. ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നത്. ഞാൻ 3ാമത്തെ ദിവസം ഇവിടെ ഓടി വന്ന് മാതാവിൻ്റെ മുൻപിൽ ഒരു ചെറിയ പേപ്പറിൽ, അന്ന് 2018 ഫ്രണ്ടിലൊരു മാതാവിനെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ, മോൻ ഒരുപാട് സർജറി പറയുന്നുണ്ട്, ഇനി ഒരു സർജറിക്കായിട്ട് ഈ മോനെ കൊണ്ടുപോകാൻ ഇടവരല്ലേ, സർജറിക്ക് വേണ്ടി കത്തിവെക്കാൻ ഇടവരല്ലേ മോനെ. സാമ്പത്തികമായി ഇല്ലാത്ത കുടുംബമാണ് എൻ്റെ സഹോദരൻ്റേത്. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പടിപടിയായി പിന്നീട് കുഞ്ഞ് ഉന്മേഷവതനായി വന്നു. മോൻ്റെ ചുണ്ടൊക്കെ കോട്ടം വന്നായിരുന്നു. ഒരു വലത് സൈഡ് കണ്ണ്, ഇടത് സൈഡ് കണ്ണ് കലങ്ങി കണക്കായിരുന്നിരുന്നത്. ആകെ പെട്ടെന്നങ്ങ് ഈ കുഞ്ഞ് റിക്കവറി ആകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ സർജറി ഒന്നും പിന്നീട് വേണ്ടി വന്നില്ല. ഒരു സർജറി പോലും മോന് ചെയ്തില്ല. പ്ലാസ്റ്റിക് സർജറിയും ചെയ്തില്ല. കാലിലെ മാംസമെല്ലാം പെട്ടെന്ന് ചൂഴ്ന്നുകൂടി. അങ്ങനെ മോനെ ഓരോ ടെസ്റ്റിനും പിന്നീട് കൊണ്ടു ചെല്ലുമ്പോൾ മോൻ്റെ അമ്മയും ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടി കാശ് രൂപം മോൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കും, ടെസ്റ്റിലൊന്നും കുഴപ്പം വരല്ലേ മാതാവേന്ന്. അതുപോലെ ഓരോ ടെസ്റ്റിലും നല്ല റിസൾട്ടായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. മോന് 6 മാസം 1 വർഷമാകും മോൻ ലെവലായി വരാം എന്ന് പ്രതീക്ഷിച്ച രീതി 3 മാസം കൊണ്ട് തന്നെ മോൻ നല്ലതുപോലെ റിക്കവറിയായി. മോൻ +1 പഠിക്കുമ്പോഴായിരുന്നു ആക്സിഡൻറ്റ് സംഭവിച്ചത്. മോൻ +1ഉം +2ഉം എഴുതിയെടുത്ത് പിന്നീട് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിച്ച് ഇന്നിപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു പ്രാക്ടിക്കൽ ജോലിക്കായിട്ട് മോൻ ജോലി ചെയ്യുകയാണ്. അതുപോലെ എനിക്ക് ഈ തൈലം കൊണ്ട് ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും ഇന്നിപ്പം ഹോസ്പിറ്റലിൽ പോകാനല്ല തോന്നി. എന്തെങ്കിലും രോഗം വരുന്ന ഉടനെ ഓടിച്ചെല്ലും മാതാവിൻ്റെ അടുത്ത് അനുഗ്രഹത്തോട് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ തൈലവും ഉപ്പും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എനിക്ക് കണ്ണിൻ്റെ ഇരുവശങ്ങളിൽ 2
ചൊറിഞ്ഞൊരു വല്ലാത്ത വെള്ളച്ചാട്ടവും അസ്വസ്ഥവുമായി. എപ്പോഴും ആശുപത്രിയുള്ള എനിക്ക് രോഗങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെ ഞാൻ ഓടിപ്പോയി മാതാവിൻ്റെ എണ്ണ എടുത്ത് 2 കണ്ണിലും തേച്ച് പിറ്റന്നായപ്പോൾ എനിക്കത് സൗഖ്യപ്പെട്ടു. ഇത്രത്തോളം നന്മകൾ നൽകിയ മാതാവിന്, ഈശോ അനുഗ്രഹം ചൊരിഞ്ഞെന്ന നല്ല ഇടയനായ ഈശോയ്ക്ക് നന്ദി, സ്തുതി, ആരാധനയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മിനി. ഞാൻ മാൻപേട്ടം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. മെയ് 2022 കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. അവൾ 2 വർഷമായി കാനഡയിൽ ജോലി ചെയ്യുവാണ്. ആദ്യത്തെ വർഷം അവൾ നഴ്സിംഗ് എയ്ഡായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി. അവളും 3 പിള്ളേരും അടങ്ങുന്ന കുടുംബമായിട്ടാണ് ഇവിടുന്ന് പോയത്. ആദ്യത്തെ 1 വർഷം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവൾ കടന്നു പോയത്. അവിടുത്തെ എക്സ്പെൻസും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ ആയ വളരെ തുച്ഛമായ സാലറിയും അവൾക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എൻകലസ് എക്സാം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത്. എൻകലസ് എക്സാം ആദ്യം എഴുതി, അത് ഫെയിലായി. പിന്നെ 2ാമത്തെ പ്രാവശ്യം അവൾ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി നിയോഗം എടുത്ത് പ്രാർത്ഥിക്കണം, ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ എൻകലസ് എക്സാം പാസ്സായി. അവിടെ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഉയർന്ന ഗ്രേഡോടുകൂടെ തന്നെ അവൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം. അങ്ങനെ സന്തോഷമായിട്ട് അവളവിടെ ജീവിക്കുന്നു ഇപ്പം. അതുപോലെ 2ാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവൻ ജനിച്ചപ്പം മുതൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 7 വയസ്സായപ്പോൾ എല്ലാ മാസവും അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനേ എനിക്ക് സമയമുള്ളായിരുന്നു. എന്നും പനിയും ചുമയും ആസ്മയുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 7ാമത്തെ വയസ്സിൽ അവന് ടോൺസിലെക്ടമി അഡിനോയിഡക്ടമിയും കൂടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അസുഖം അങ്ങോട്ട് മാറിയില്ല, കംപ്ലീറ്റ് അലർജി. എന്നും എണീക്കുമ്പോൾ തന്നെ അവന് തുമ്മലും മൂക്കുചൊറിച്ചിലും ഭയങ്കര ഇറിറ്റേറ്റഡായിരുന്നു. അവന് സ്ഥിരം മെഡിസിനായിട്ട് അവൻ ആൻറ്റിഹിസ്റ്റമിനുമായിട്ടാണ് എന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 6 വർഷം കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷം അവന് ഇന്ന് തൈലം തേച്ച് അവൻ്റെ നെറ്റിയിൽ സ്കൂളിൽ പറഞ്ഞു വിടുമായിരുന്നു. അതിനുശേഷം അവന് മരുന്ന് ഉപയോഗിച്ചിട്ടില്ല, കംപ്ലീറ്റ് അലർജി രോഗം മാറിക്കിട്ടി. 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൾ ഏഞ്ചലിന് വേണ്ടിയിട്ടാണ്. അവൾ BSc നേഴ്സിംഗ് കഴിഞ്ഞ വർഷം മാർച്ചിൽ പാസ് ഔട്ടായി. അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിലായിരുന്നു പഠിച്ചിരുന്നത്.